ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മന്ത്ലി മൂവി റിവ്യൂ. അതായത് ജനുവരി മാസത്തിൽ കുറേ അധികം ബോംബുകൾ പൊട്ടിയ ഒരു മാസമായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ ബോംബുകൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്നും പറഞ്ഞ് കൂടുതലും നല്ല അഭിപ്രായം കിട്ടിയിട്ട് പൊട്ടിയ പടങ്ങളാണ് കൂടുതലും ഉള്ളത്. അതും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു മോശം മാസമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏതൊക്കെ പടങ്ങളാണ് ബോംബ്, ഏതൊക്കെ പടങ്ങളാണ് ഹിറ്റ്, ഏതൊക്കെ പടങ്ങളാണ് ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ നോക്കാം. കേരളത്തിൻ്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചിലപ്പം അന്യഭാഷ സിനിമകളൊക്കെ അവിടെ ചിലപ്പം ഹിറ്റായിരിക്കാം, അത് ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് അത് കൂടുതൽ കാര്യം അറിയത്തില്ല. ഇവിടുത്തെ ഈ മലയാളത്തിലെ കാര്യമാണ് കൂടുതൽ ഞാൻ ഇതിനകത്തൂടെ ഷെയർ ചെയ്യുന്നത്. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ജനുവരി 2-ന് റിലീസാക്കിയ സിനിമയായിരുന്നു ഐഡൻറ്റിറ്റി. ടൊവിനോയുടെ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു മേക്കിംഗ് കണ്ട ഒരു സിനിമ. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം ആ പടം ഫസ്റ്റ് ഹാഫിന് ഒരു ബന്ധമില്ലാത്ത സെക്കൻഡ് ഹാഫും അത് വേറെ എങ്ങാട്ടൊക്കെയോ പോയി പടം സ്ക്രിപ്റ്റിൽ പാളിപ്പോയ, എന്നുവെച്ചാൽ മേക്കിംഗ് അല്ല, സ്ക്രിപ്റ്റിൽ പാളിപ്പോയി. അത്യാവശ്യം തലക്കേടില്ലാത്ത ഒരു ഓട്ടം ഓടിയിട്ടും ഹിറ്റാവാതെ പോയ ഒരു പടം ഐഡൻറ്റിറ്റി. ഒരു വീര്യം കുറഞ്ഞ ഒരു ഓല പടക്കം. അടുത്ത ദിവസം ജനുവരി 3-ന് 2 സിനിമയാണ് റിലീസായത്. ഐ ഡി ദ ഫേസും കമ്മ്യൂണിസ്റ്റ് പച്ചയും. പടം ഐ ഡി ദി ഫേസ് എന്ന് പറഞ്ഞാൽ ധ്യാനിൻ്റെയാണ്, അതായത് ബോംബുകളുടെ രാജാവ്. ഈ പടവും അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ബോംബ് കൂടെ ചേർത്ത് 2 പടം, അത് കമ്മ്യൂണിസ്റ്റ് പച്ചയും ഐ ഡി ദി ഫേസും രണ്ടും. ജനുവരി 9 രേഖ ചിത്രം റിലീസായിട്ടുണ്ട്. ജനുവരി മാസത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ഒരു പടമാണ് രേഖ ചിത്രം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭൂരിഭാഗം പേർക്കും ആ പടം ഇഷ്ടപ്പെട്ട് പടം സൂപ്പർ ഹിറ്റിലോട്ട് നീങ്ങിയിട്ടുണ്ട്. പിന്നെ ആസിഫ് അലിയുടെ നല്ലൊരു പെർഫോമൻസും അനശ്വരയുടെ നല്ലൊരു പെർഫോമൻസും ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ആസിഫ് അലിയെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പം നല്ലൊരു ലെവലായിട്ട് നിൽക്കുക. പക്ഷേ ഇനിയും പോലീസ് സ്റ്റോറികൾ ചെയ്ത് വെറുപ്പിക്കാതിരിക്കുക. കുറേ പോലീസ് റോളുകൾ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇനി ആവർത്തിക്കാതെ വെറൈറ്റി റോളുകൾ ചെയ്യുക. അപ്പം പുള്ളിക്ക് ഒരു സ്റ്റാൻഡായിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ആസിഫ് അലി ഒരു പ്രൊമോഷൻ കിട്ടാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് എങ്ങാണ്ട് സിനിമ കയറിയത്. പക്ഷേ അവരുടെ കൂടെ സിനിമ കയറിയവരെല്ലാം ഇപ്പം വേറെ ലെവലായിട്ടുണ്ട്. ആസിഫ് അലി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഒരു ഇതായി കഴിഞ്ഞപ്പം പ്രൊമോഷൻ കിട്ടാതെ കിടന്ന്, പക്ഷെ ഇപ്പം നല്ല എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കെട്ടിയോളാണ് എൻ്റെ മാലാവൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു ഇതുണ്ട്. എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടെ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പം പുള്ളി ഇങ്ങനെ വെറൈറ്റി പടങ്ങൾ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഒരു പോലീസ് റോളും കൂടെ ഒന്ന് മാറ്റി പിടിച്ചാൽ വേറെ നല്ലതാവും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ജനുവരി മാസത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു രേഖ ചിത്രം. അടുത്ത ജനുവരി 10 4 സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് തെലുങ്കിലൊക്കെ സംക്രാന്തിയും തമിഴിലൊക്കെ പൊങ്കലും ഒക്കെ ആയ സമയത്ത് കുറേ സിനിമകൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു തെലുങ്ക് സിനിമ ഇവിടെ റിലീസായിട്ടില്ല. വളരെ നല്ല കാര്യം, അത് റിലീസാക്കാത്തത് നല്ല കാര്യം. ബാക്കി ഒരു തെലുങ്ക് സിനിമ ഇവിടെ റിലീസാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മലയാള സിനിമ, 2 തമിഴ് സിനിമ. ഏതൊക്കെയാണെന്ന് നോക്കാം. ജനുവരി 10-ന് റിലീസായ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. രേഖാ ചിത്രത്തിൻ്റെ നല്ല അഭിപ്രായത്തിന് ശേഷം, അതായത് അനശ്വരയ്ക്ക് നല്ലൊരു അഭിപ്രായത്തിന് ശേഷം വീണ്ടും ഒരു നല്ല അഭിപ്രായമായിട്ട് വന്ന് 8 നില പൊട്ടിയ സിനിമ എന്ന് സ്വന്തം പുണ്യാളൻ. ജനുവരി 10-ന് മലയാളം ആക്ടർ, യുവ നടൻ ഷൈൻ നിഗം മലയാളത്തിലെ കിട്ടിയ ബോംബുകൾ പോരാഞ്ഞിട്ട് തമിഴിൽ പോയി ബോംബുകൾ ഉണ്ടാക്കി കൊടുത്ത പടം മദ്രാസ്കാരൻ. 8 നില പൊട്ടി. ഈ പടം ഷൈൻ നിഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അങ്ങനെ താഴ്ത്തി കളയാൻ പറ്റിയൊരു ആക്ടറല്ല. പക്ഷേ പുള്ളിക്കാരൻ എടുക്കുന്ന പടമൊന്നും അത്ര നേരെയല്ല. ഈ മലയാളത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പം എല്ലാം കൂടി ഉള്ള ഒരു ആക്ടർമാർ കുറവായിരിക്കും. പക്ഷേ ആക്ഷൻ പുള്ളി ഇതുപോലെ 360 ഒക്കെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഡാൻസും പുള്ളിക്കാരൻ ചെയ്യും. അതായത് തമിഴിലൊക്കെ ചെയ്യുന്നവരുടെ കൂട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കുവാണെങ്കിൽ ഷൈൻ നിഗമൊക്കെ നല്ലൊരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മദ്രാസ്കാരനൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. 2024-ലെ ഹു തൈലം തൂറി താത്തയുടെ കാട്ടപരാധത്തിന് ശേഷം വീണ്ടും ശങ്കർ അവതാരം ഗെയിം ചേഞ്ചർ വന്നു. 8 നില പൊട്ടി. തമിഴ്നാട്ടിലോട്ട് പോവാം. തമിഴ്നാട്ടിലെ പൊങ്കൽ പ്രമാണിച്ച് റിലീസായ സിനിമ മദഗജ രാജ വിശാലിൻ്റെ സിനിമ. എനിക്ക് തോന്നുന്നു 10-12 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടിയിൽ ഇരുന്ന് പഴകിയ സിനിമ.
തലൈവയൊക്കെ ഇറങ്ങിയ സമയത്ത്, തലൈവ ആ സമയത്തൊക്കെ സൺ മ്യൂസിക്കിൽ ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത് 2013. അപ്പോൾ അന്ന് വിശാൽ പാടിയ ഒരു പാട്ടും അതിനകത്ത് ആ ഒരു പരസ്യത്തിൻ്റെ ഇടയ്ക്ക് കാണിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് 2015 റിലീസാക്കുമെന്ന് പറഞ്ഞ് അത് നടന്നില്ല. അപ്പോൾ അതുപോലെ പെട്ടിക്കകത്ത് ഇരുന്ന് പഴകി 2025 ഇറക്കി വിട്ട സിനിമ മദഗജ രാജ. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഈ പടം അവിടെ നല്ല ഹിറ്റായിരുന്നു. പക്ഷെ ഇവിടെ അത്ര ഇതായിട്ടില്ല. അവിടെ ഹിറ്റാകാൻ കാരണം എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, പക്ഷേ ആ ഒരു പഴയ പടം അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. കാരണം അത് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ചിലർ പോകത്തില്ല. അതേപോലെ കണ്ട് ഒരു പടം അത് അവിടെ ഹിറ്റായിരുന്നു, മദഗജരാജ. പിന്നെ അടുത്ത ദിവസം ജനുവരി 14 വന്ന വേറൊരു തമിഴ് സിനിമയാണ് കാതലിക്ക് നേരമില്ലേ. രവി മോഹൻ, പുള്ളി പേര് മാറ്റിയിട്ടുണ്ടല്ലോ, രവി മോഹൻ്റെ അടുത്ത ഗുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ പടം ഫ്ലോപ്പ് ചാർട്ടിലോട്ട് ഇടം നേടി. പിന്നെയും ഒരു സിനിമയും കൂടെ കൂടിയിട്ടുണ്ട്. ജയൻ രവിക്ക് ഒരു ഫ്ലോപ്പിനകത്ത് ഒരു സിനിമയും കൂടെ കൂടി. അങ്ങനെ 8 നില പൊട്ടിയ സിനിമ കാതലിക്ക് നേരമില്ലേ. ജനുവരി 14 തന്നെ വേറൊരു തെലുങ്ക് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വസ്തിനം. അത് അവിടെ എനിക്ക് തോന്നുന്നു ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഫാമിലി പടമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇവിടെ അത് വലിയ ഓട്ടമൊന്നുമില്ല. അറിയാമല്ലോ, തെലുങ്ക് പടം ഇവിടെ ഓടണമെങ്കിൽ ഇച്ചിരി നല്ല പോപ്പുലർ ആയിട്ടുള്ള ആക്ടർ വേണം, അല്ലെങ്കിൽ അതിൻ്റെയായിട്ടുള്ള ഡയറക്ടർ വേണം. അതേപോലെയൊക്കെ ഉള്ളവരെ ഇവിടെ ഓടത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഓടത്തില്ല. ആരും തിരിഞ്ഞു പോലും നോക്കാനില്ല. ഇവിടെ ഒന്നും ആരും തിരിഞ്ഞു പോലും നോക്കാനില്ലാതെ കിടന്ന പടം. ഞാൻ ഇനി പടം കണ്ടിട്ടില്ല, പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. അതായത് വെളിയിലെ റിപ്പോർട്ട് വെച്ച് പടം ഇവിടെ ഓടിയില്ല. പടം ജനുവരി 16 റിലീസായ മലയാളം സിനിമ പ്രാവിൻകൂട് ഷാപ്പ്. മൊത്തം മിക്സഡ് റെസ്പോൺസ് കിട്ടി. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ, ഒരു വീര്യം കുറഞ്ഞ ഒരു പടക്കമായി പോയി പ്രാവിൻകൂട് ഷാപ്പ്. ഇനി നമുക്ക് ബോളിവുഡിലോട്ട് പോകാം. ബോളിവുഡ് കുറച്ച് 3 സിനിമ ഇവിടെ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അത് ജനുവരി 17 റിലീസായ അജയ് ദേവ്ഗൻ്റെ സിനിമ ആസാദ്. സിംഗത്തിനകത്തൂടെ ബോംബ് പൊട്ടിച്ച്, സിംഗം 3 ബോംബ് പൊട്ടിച്ച്, സിംഗം 4 ബോംബ് പൊട്ടിച്ച്, സിംഗം 5 ബോംബ് പൊട്ടിച്ച്, ഇപ്പം ആസാദിനകത്തൂടെ ഒരു ആറ്റം ബോംബ് പൊട്ടിച്ച സിനിമ അജയ് ദേവ്ഗൻ. പടം 8 നില പൊട്ടി. ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രമായിട്ട് വന്ന കങ്കണ റൗട്ട് ഇന്ദിരാഗാന്ധിയായിട്ട് തകർത്ത് അഭിനയിച്ച് 8 നില പൊട്ടിച്ച സിനിമ എമർജൻസി. 8 നില പൊട്ടി. ജനുവരി 24 റിലീസായ പടം സ്കൈ ഫോഴ്സ്. അക്ഷയ് കുമാർ മെരക്കിലട്ടി കിലാടി പയ്യൻ. അതായത് കത്തികൾ കൊണ്ട് ആളുകളെ വെറുപ്പിച്ച്, അതായത് കത്തി ഫൈറ്റുകൾ കൊണ്ട് ആളുകളെ വെറുപ്പിച്ച അക്ഷയ് കുമാർ വർഷങ്ങൾ കൊണ്ട് ഗതി പിടിക്കാതെ ഒരു പടം ഹിറ്റാക്കാൻ കിടന്ന് കഷ്ടപ്പെട്ട് 1 വർഷത്തിൽ 4, 5, 6 പടങ്ങൾ ഇറക്കി പൊട്ടിച്ച അക്ഷയ് കുമാർ സ്കൈ ഫോഴ്സിലൂടെ വന്നപ്പം ഗതി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ ഓടി ഹിറ്റായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അക്ഷയ് കുമാറിൻ്റെ ഒരു ഹിറ്റ് പടം സ്കൈ ഫോഴ്സ്. ജനുവരി 23 മമ്മൂക്ക ഒരു പടം കൊണ്ട് വന്നിരുന്നു, ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ്. പടം പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ പടം പരാജയത്തിലേക്കാണ് നീങ്ങിയത്. ഒരു വീര്യം കുറഞ്ഞ ഓല പടക്കം. ജനുവരി 30 റിലീസായ സിനിമ പൊന്മാൻ. അത്യാവശ്യം നല്ല തിയേറ്റർ റെസ്പോൺസ് ആയിരുന്നു പടത്തിനുള്ളത്. ഞാൻ പടം കണ്ടില്ല. പടം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ റിസൾട്ട് ഇപ്പം പറയാറായിട്ടില്ല. ഇപ്പം പൊതുവേ ഉള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടും പൊട്ടിയ പടങ്ങളാണ് ജനുവരിയിലുള്ളത്. അപ്പോൾ ഈ പടത്തിൻ്റെ റിസൾട്ട് എങ്ങനെ ആവുമെന്ന് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. എങ്കിലും പൊതുവേ പറയാറായിട്ടില്ല. ജനുവരി 31 റിലീസായ മലയാളം സിനിമ ഒരു ജാതി ഒരു ജാതകം. അത്യാവശ്യം പടം ഫ്ലോപ്പ് ലിസ്റ്റിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും രക്ഷയില്ല, പടത്തിൻ്റെ രക്ഷയില്ല. പിന്നെ ജനുവരി മാസത്തിൽ ഹിന്ദിയിൽ നിന്ന് 3, തമിഴിൽ നിന്ന് 3, തെലുങ്കിൽ നിന്ന് 2 ആവേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു വാണം പടം ഇവിടെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ 2 പടവും, അങ്ങനെ എല്ലാ പടവും ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേരളത്തിൽ. മലയാളത്തിൽ നിന്ന് ആകെ ഹിറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, സൂപ്പർ ഹിറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രേഖ ചിത്രം മാത്രം. ബാക്കി ഇത്രയും പടങ്ങൾ തിയേറ്ററിൽ പരാജയം. ഇതിനകത്ത് ഏറെക്കുറെ നല്ല പടങ്ങളുണ്ട്, പക്ഷേ ആ തിയേറ്ററിൽ പരാജയമായിരുന്നു. എടുത്തു പറയേണ്ട സൂപ്പർ ഹിറ്റ് രേഖ ചിത്രം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എന്തും കൊണ്ടും ജനുവരി മാസം ഒരു പന്ന മാസമായിരുന്നു ഈ മലയാളം സിനിമയ്ക്ക്. എല്ലാ മാസത്തെയും മന്ത്ലി റിവ്യൂസ് ചെയ്യും. അപ്പം വീഡിയോയ്ക്കുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.